നമ്മൾ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഡാമിലേക്ക് പോകാം. തൊട്ടടുത്തുള്ളൊരു സപ്പോട്ടാമരാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ സപ്പോട്ടകൾ ഉണ്ടായിട്ടില്ല, മൊത്തം ചെറുതായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളത് വലുതാകുമ്പോൾ അതിൻ്റെ വേറൊരു ഷോപ്പിലേക്ക് വരുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ കാപ്പിത്തോട്ടം. ഞമ്മളുടെ അവക്കാഡോ. ഇത് ഇത്തിരി കൂടി വലുതായാൽ നല്ലതായിരുന്നു. നമ്മുടെ സ്പോട്ടിലോട്ട് നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പം നമ്മുടെ ചായത്തോട്ടമൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ പറമ്പാണ്. നമ്മുടെ പറമ്പൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ പറമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചായ മാത്രം ഇവിടെ നട്ടിട്ടുണ്ട്. നമ്മുടെ ഇല്ലി. നമുക്ക് ഇനി നേരെ ഡാമിലോട്ട് നമ്മൾ നമ്മുടെ ഡാമിൻ്റെ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് നമ്മുടെ ഇവിടെ ഒരു പൂ, മേലെ ഒരു പൂവുണ്ട്. നമ്മുടെ ഡാമിലോട്ട് പോവാം. ഡാമിലോട്ട് കയറുന്ന എൻട്രി ഒക്കെ കുറച്ച് മോശമാണ്. ഈ എൻട്രി ഒക്കെ കുറച്ച് ബാഡായിട്ടാണ്. നല്ല കാടൊക്കെ പിടിച്ച് ഇരിക്കുന്ന അടിപൊളി ഒരു ഡാമാണ്. അപ്പോൾ ഡാം അത് അവിടെയാണ്. ഞാൻ സൂം ചെയ്തതാണ്. നമ്മളിതാ ഡാമിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഡാമിൻ്റെ നമ്മൾ ഡാമിലെത്തി. ഇതാണ് നമ്മുടെ ഡാം. നമ്മൾ ഒരു കുഞ്ഞൊരു ഡാം, നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അലക്കാനും കുളിക്കാനും പറ്റുന്ന ചെറിയ ഡാമാണിത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് വലിയ ഡാമായിട്ടല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള. ഇതൊരു അടിപൊളി വെള്ളമൊക്കെ നല്ല അടിപൊളി ഇതുള്ള വെള്ളമാണ്. നല്ല രസമാണ് കാണാൻ. നല്ല ഒഴുകി പോണേ കാണാനൊക്കെ എന്താ രസം. കണ്ടോ, ഈ കാടിൽ കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി പോണ കാണാനും. ഇതിൻ്റെ ഒച്ച ഞാൻ കേൾപ്പിച്ചറിയാം ഗൈസ്, വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നല്ല സൗണ്ട് ഉണ്ട് ഇതിന്. കണ്ടോ എന്ത് നാച്ചുറാലിറ്റി ആയിട്ടാണ് വരുന്നത് വെള്ളം. അപ്പോൾ നമുക്കിനി ഇത് അപ്പുറത്ത് അങ്ങോട്ട് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇതാ ഇവിടെ കുറേ മഞ്ഞപ്പൂക്കളുണ്ട്. ഇത് ചുറ്റിലും കൂടുതലും മഞ്ഞപ്പൂക്കളാണ് ഇതിൻ്റെ ചുറ്റിലുള്ളത്. ഇപ്പുറത്തെ സൈഡിലും മഞ്ഞപ്പൂക്കളാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ അപ്പുറത്തെ സൈഡ് കാണിച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് പോവാം. അപ്പുറത്തെ സൈഡ് കുറച്ച് കാടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാടുള്ള സ്ഥലത്തൊക്കെ ആയിട്ടാണ് ഇതുള്ളത്. കൂടുതൽ ആൾക്കാർ ഇവിടെ തുണി അലക്കാനാണ് വരുന്നത്. കുറച്ച് ആൾക്കാരെ ഇവിടെ കുളിക്കാൻ വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളമുള്ളൂ. ഇവിടെ മീനുകളൊക്കെ അത്യാവശ്യം കുറച്ചുണ്ട്. ഇവിടെ പിന്നെ വെള്ളം ആദ്യം ഇത്ര പോലും ഉണ്ടായിരുന്നില്ല. വെള്ളം കുറേ കുറവായിരുന്നു. വെള്ളമൊക്കെ കൂടിയതാണ്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഇല്ലി എന്ന് പറഞ്ഞു മഞ്ഞപ്പൂക്കളാണ് ഈ സ്ഥലത്ത് കൂടുതലുമായിട്ടുള്ളത്. ഈ മഞ്ഞപ്പൂക്കളുള്ള സ്ഥലം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് മഞ്ഞപ്പൂക്കളുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ വാഴേൻ്റെ പൂ നോക്കിക്കേ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇവിടെ ടാറ്റൂവിൻ്റെ ചെടിയുണ്ട്. ഞാൻ ഇട്ട് കാണിക്കാം. ഇതാണ് ഇല. ഇത് ടാറ്റു വന്നു. ചേച്ചീൻ്റെ കയ്യിൽ ടാറ്റു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാറ്റു ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ നാച്ചുറാലിറ്റിയൊക്കെ ഇങ്ങനെയാണ്. നാച്ചുറാലിറ്റിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ കയറ്റമൊക്കെ കയറി പോവുകയാണ് ഗൈസ്. നല്ല കല്ലും മുള്ളും ഒക്കെയുള്ള സ്ഥലമാണ്. ലൈറ്റായിട്ട് മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഇതിൻ്റെ ഈ ഡാമിൽ നിന്ന് തന്നെ ജോയിൻറ്റ് വരുന്ന ഒരു പുഴ അപ്പുറത്തോട്ടുണ്ട്. ആ ജോയിൻറ്റ് വരുന്ന പുഴയിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ആ ജോയിൻറ്റ് വരുന്ന പുഴയിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പോകാം. ഇതാ ആ ഡാമിൽ നിന്ന് ജോയിൻറ്റ് വരണയാണിത്. ഈ വെള്ളം ഇത് ആ ഡാമിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല. ഇത് ചെറിയൊരു കുഞ്ഞൊരു തോടാണ്. കണ്ടോ ഇപ്പം ഞാൻ തലയും കുത്തി വീണേനെ. അതിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. ആൽവിയൊക്കെ ഇറങ്ങണം നോക്കി ഇരുന്നാണ് ഇറങ്ങണേ. ഇല്ല ഇറങ്ങാൻ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ ക്യാമറയും കൊണ്ട് വീഴുമെന്നൊരു പേടി. പിടിച്ചു പിടിച്ചൊക്കെ ഇറങ്ങണം. ക്യാമറ കയ്യിലുള്ളത് കൊണ്ട് ഇരുന്നിറങ്ങാനും പറ്റില്ല. പിടിച്ചിറങ്ങാണ്ട് ഭയങ്കര പാടാ. നമ്മളിതാ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. ഇത് ഞാൻ സൂം ഒരു കാര്യങ്ങളും ചെയ്തതിനില്ല. അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ടാണ് അതിൻ്റെ ക്ലാരിറ്റി ഇത് കണ്ടറിയാലോ. സൂം ചെയ്യുമ്പോൾ അത്രയും ഇതുണ്ടാവില്ലല്ലോ. ഇത് ഇവിടുന്ന് നമുക്ക് അപ്പുറത്തൊരു ചാടാണ്. നമുക്ക് അവിടുന്ന് നമുക്ക് ഇനി ബാക്കി വീഡിയോ എടുക്കാം. നമുക്ക് ഇവിടുന്ന് ചാടണം. ഹരണിയൊക്കെ ചേച്ചിയൊക്കെ ഇറങ്ങി വരുന്നുള്ളേ. ലൈറ്റായിട്ട് മഴയും പെയ്തു തുടങ്ങുന്നുണ്ട്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഡാമിൽ നല്ല വെള്ളമൊക്കെ ആയി വരും. ഈ ആ ഡാമിനെക്കാട്ടും കൂടുതൽ മീൻ ഇവിടെയാണുള്ളത്. ഇപ്പോഴത്തെ മീനാണ് നിങ്ങൾ. എനിക്കിവിടെ മീൻ പിടിക്കാൻ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പുളിങ്കുന്ന് ആയിട്ടാണ്. പുളിങ്കുന്ന് പുളിങ്കുന്ന് റോഡായിട്ടാണ് വരുന്നത്. പുളിങ്കുന്ന് റോഡിൽ നിന്ന് കുറച്ച് കയറി കഴിയുമ്പോൾ ഉള്ള ഒരു അടിപൊളി തോടാണിത്. ഇതിൽ അടിപൊളി കളർ മീനും ടൈഗർ ഫിഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് ഒന്നും കൂടെ ചാടാം. വെള്ളത്തിന് ഇവിടെ ചാടിയിട്ടുണ്ട്. നമുക്ക് മീൻ നോക്കാം. ബട്ടർഫ്ലൈയും തുമ്പിയൊക്കെ അതൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഈ സ്ഥലം എന്ന് പറയണേ നല്ല അടിപൊളി, നല്ല നിങ്ങൾക്ക് ടൂറിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ടൂറിനൊക്കെ ആഘോഷിച്ച് വരാൻ പറ്റിയ, അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നമ്മളിതാ മേലോട്ട് കയറുകയാണ്. മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്നെ കൂട്ടാതെ മുമ്പിലോട്ട് ഓടിട്ടു. ഞാൻ അങ്ങോട്ട് വരട്ടെ. വയലിലോട്ട് പോകാം അല്ലേ? അപ്പോൾ നമുക്കിനി വയലിലോട്ട് പോവാം. അതിന് മുമ്പ് ഇവിടെ വേറൊരു പൂവുണ്ട്. ആ പൂവ് കാണിച്ചാൽ നമുക്ക് വയലിലോട്ട് വേറെ അടിപൊളി പ്ലേസിലോട്ട് പോവാം. ഈ പൂ നല്ല രസമുണ്ട്. പക്ഷെ ഇത് വിരിയും, ഇതിനെക്കാട്ട് നല്ലതാണ് വിരി. ഇനി നമുക്ക് ഇവിടെ പോകാം. നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. ഇനി ഞാൻ അങ്ങ് എത്തണ വരെ എൻ്റെ ഫോട്ടോ ആയിരിക്കും. നിങ്ങൾ മടുക്കോ നല്ല ഇടയ്ക്കൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. വയലിൽ നല്ല അടിപൊളി പ്ലേസൊക്കെ ഉണ്ട്. അങ്ങൊരു കുന്നുണ്ട്. ആ കുന്നിലോട്ട് നമുക്ക് ഇത്രയും വലിയ ചായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും വലിയ ചായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇതാ ഹൈറ്റ് വരെ ഇത് പൊങ്ങിയിട്ടുണ്ട്. ഈ പൂ കണ്ടപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് ചായയാണെന്ന്. ഉണ്ടോ? ഈ ചായ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നാച്ചുറാലിറ്റിയൊക്കെയാണ് ഇവിടെ. മുതുപ്പം മീനൊക്കെ ഉണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല വലിയ മീനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തോടെ നമുക്ക് പോയിട്ട് അടിച്ചു പൊളിക്കാം. ഇത് നമ്മുടെ തോട്ടാണ്. വാഴ
അതൊക്കെ കാടൊക്കെ വെട്ടി വാഴ ഇപ്പോൾ കുഞ്ഞ് നട്ടിട്ടുണ്ട്. വാഴ ഇതുവരെ വലുതായിട്ടില്ല. വലിയ വാഴ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞു വാഴ അതൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഒടിഞ്ഞു പോയപ്പോൾ അത് വേറെ വാഴ നമ്മൾ നട്ടിട്ടുണ്ട്. ചെളിപ്പിളിയായിട്ടുണ്ട് റോഡൊക്കെ. ഇതിൻ്റെ അടിയിലോട്ട് ഉള്ളിലോട്ട് വേറൊരു കലുങ്ങുണ്ട്. കലുങ്ങിൻ്റെ അടിയിലൊക്കെ മീനുണ്ട്. കലുങ്ങിൻ്റെ അടിയിലൊക്കെ നല്ല അടിപൊളി മീനൊക്കെ ആയിട്ടുണ്ട്. നാളെ ദിവസം ഇത്രയും വലിപ്പമുള്ള ഒരു ഞണ്ടിയൊക്കെ അവിടെ കണ്ടുകൂട്ടി. പക്ഷെ ഇപ്പം ആ ഞണ്ട് കാണാനെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. കറക്റ്റ് വീഡിയോ സമയത്ത് ഞണ്ടും ഇല്ലൊരു കുന്തവും ഇല്ല കേട്ടോ. ഞണ്ടും ഇല്ലൊരു കുന്തവും ഇല്ലാതെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞണ്ടും ഇല്ലൊരു ഇതുമില്ല. വാ നമുക്ക് പേരക്കൻ്റെ അവിടെ പോകാം. പേരക്കമരമുണ്ടായിരുന്നു അവിടെ ഒരു പേരക്കമരത്തിനുണ്ട്. ആ പേരക്കമരത്തിൻ്റെ അവിടെ പോയാൽ നമുക്ക് പഴുത്തിട്ടുണ്ടാകുമോ എന്നറിയില്ല. എന്തെങ്കിലും മരത്തിൽ കയറിയാണെങ്കിലും ആ പേരക്ക പറിക്കാൻ പോകാം. ഞാൻ വിചാരിക്കണേ ക്യാമറയും പിടിച്ച് എനിക്ക് കയറാൻ പറ്റുന്നത് കൊണ്ട് ചിലപ്പോൾ ഹരിണി ചേച്ചി വീഡിയോ എടുക്കുമായിരിക്കും. അതിനെ മരത്തിൽ കയറി പറക്കുന്ന വീഡിയോ എടുക്കുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മരത്തിൽ കയറുന്ന വീഡിയോ എടുക്കുകയാണെങ്കിൽ എടുത്തു തരാം. നിങ്ങളുടെ ഇഷ്ടം പോലെ അതൊക്കെ ഇപ്പോൾ മരത്തിൽ കയറുന്ന വീഡിയോ എടുക്കാം. ഇവിടെ ഒരു പേരക്കമരം ഉണ്ട്. പിന്നെ അവിടെ ഒരു കൊക്കോമരം ഉണ്ട്. ഒന്നല്ല കുറേ കൊക്കോമരം ഉണ്ട്. അപ്പം ഞാൻ ഇനി മരത്തിൽ കയറാൻ പോകുന്നു. ഹരിണി ചേച്ചി വേണ്ട മരത്തിൽ കയറുകയാണ്. കുഞ്ഞു കുഞ്ഞു പേരക്കേ ഉള്ളൂ. അത് പിഞ്ചല്ലേ? കൊക്കോ സോറി, പേരയ്ക്ക മൂലം പോട്ടെ. കൊക്കോമരമുണ്ട്. കൊക്കോമരത്തിൻ്റെ അടുത്ത് അതാ അവിടെ ഒരു പഴുത്ത് കൊക്കുണ്ട്. അടിയിൽ തന്നെ ഒരെണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട്. കുഞ്ഞിതാണേ. ഭയങ്കര കുഞ്ഞിതാ. നിന്റെ അമ്മ നിസ്സറുമ്പേ അല്ലാതെ പറക്കടി. എന്താ ഇവിടെ കൊറേ നിസറുറുമ്പുണ്ട്. ഇന്ന് നമ്മൾ കപ്പത്തോട്ടത്തിൽ പോവാണ്. കൊക്കോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. കൊക്കോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയണം. നല്ല പഴുത്ത കൊക്കോ ആണ്. കപ്പത്തോട്ടത്തിൽ പോവാണ്. കുരു വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണേ. അതെന്താ അവർക്ക് അറിയില്ലേ? അങ്ങോട്ട് കയറാൻ പാടില്ല. കപ്പത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇറങ്ങാം. അപ്പം ഇനി ക്യാമറ ആരും പിടിച്ചില്ല. അപ്പം നമ്മളിവിടെ ഒരു കപ്പയിൽ നമ്മൾ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പോവാണ്. കപ്പത്തോട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കപ്പേൻ്റെ ഇവിടെ ഒരു കുരുണ്ട്. ആ കുരു വരയ്ക്കാൻ പോവാണ് നമ്മൾ. ഇത് പണ്ട് കാലത്ത് പമ്പരം ഉണ്ടാക്കി കളിക്കുന്ന അമ്മമ്മയൊക്കെ പറഞ്ഞത്. ഇതാ നമ്മൾ കപ്പത്തോട്ടത്തിൽ ഇറങ്ങുകയാണ്.
നമുക്ക് അപ്പത്തൊട്ടിന് ഇറങ്ങാം. ഈ ക്യാമറ വേറെ എവിടെയെങ്കിലും വെച്ച് എനിക്കൊന്ന് ഇരിക്കണം. കുറേ നേരം ഞാൻ ക്യാമറ കൈ പിടിച്ചുകൊണ്ടിരിക്കണം, നിൽക്കണം. നമുക്ക് വേണമെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ക്യാമറ വേറെ ആരും എവിടെയെങ്കിലും വെക്കണം, വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഒന്ന് വീഡിയോ എടുക്കണം. കൊക്കോൻ്റെ കുരു ഒപ്പിട്ടാണ് വേറെ ഉപയോഗിക്കല്ലേ. അല്ലെങ്കിലും ചിലവർക്കൊക്കെ അങ്ങനെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാമറ വേറെ എവിടെയെങ്കിലും വെച്ച് വീഡിയോ എടുക്കണം നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം. ഇവിടെ ഒരു മഞ്ഞ കളർ പൂവുണ്ട്. ഇത് ഏത് പൂവാന്ന് അറിഞ്ഞാൽ കമൻസ് ചെയ്യണം. അവിടെ കുറേ വാഴകളുണ്ട്. ചേച്ചിയെ പോട്ടെ. ഇനി അപ്പുറത്ത് ഇത്തിരി കൊക്കോമരമുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ ഭയങ്കര പാടാണ് ഇറങ്ങാനൊക്കെ. തേനീച്ചക്കൂട്, ഇതാ അവിടെ ഒരു തേനീച്ചക്കൂടുണ്ട്, ഞാൻ കണ്ടു. ഇതാ ഞാൻ സൂം ചെയ്യാം. എവിടെ? അയ്യോ, ഇത് ക്യാമറയിൽ കാണുന്നില്ലല്ലോ. ക്യാമറയിൽ ഇത് കാണുന്നില്ല. ഇതാണ് കാണുന്നുണ്ടോ? ഇത് അതന്നെ. പക്ഷെ ഇവിടെ പഴമുണ്ട്, ഒരു കൊക്കോ പഴം. ഇതാ അവിടെ ഉണ്ട്, പകുതി പഴുത്തിട്ടുണ്ട് അവിടെ. തുമ്പിയുണ്ട് ഗൈസ്, കാണുന്നുണ്ട്. ഇത് പറന്ന് പോകും. ഇത് നമ്മുടെ ക്യാമറേൻ്റെ അടുത്തുകൂടിയാണ് പോകണം, പക്ഷെ ക്യാമറ കാണുന്നില്ല. ഇതൊക്കെ കണ്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊക്കോ നമ്മൾ പൊട്ടിക്കണം. കണ്ടോ ഗൈസ്, വഴി തന്നെ ഇല്ല. എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ഞങ്ങൾ ഇവിടുന്ന് കയറി